നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ രാജ്യത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകുമെന്ന ആശ്വാസകരമായ വാർത്തയാണ് എത്തുന്നത്. ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരള ന്യൂസ് മീഡിയ എന്ന ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വാർദ്ധക്യകാല പെൻഷൻ നൽകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണിത്. പ്രതിമാസം 3000 രൂപയാണ് ധനസഹായമായി അല്ലെങ്കിൽ ആനുകൂല്യമായി ഈ പദ്ധതിയിലൂടെ ലഭിക്കുക. പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഈ 3000 രൂപയായ ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഇവർ രണ്ടുപേരും മരണപ്പെട്ടാൽ മിച്ചം വരുന്ന തുക മുഴുവനും കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇവരുടെ നോമിനിക്കായിരിക്കും. ഏറ്റവും വലിയ ഈ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കുവാൻ സാധിക്കും. അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ID നമ്പർ ഉൾപ്പെടുന്ന ഒരു കാർഡ് കൂടി ലഭിക്കുന്നതായിരിക്കും. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്ന ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴി ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. LICയുടെ ഓഫീസിലെത്തിയാൽ ഈ പദ്ധതിയുടെ വിശദവിവരങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഈ പദ്ധതിയിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും 3000 രൂപ വീതം ധനസഹായം ലഭിക്കും. കിസാൻ മൻധൻ യോജന ആയതുകൊണ്ട് തന്നെ PM കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്കെല്ലാം ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് സാധിക്കും. PM കിസാൻ പദ്ധതിയിൽ ഇല്ലെങ്കിലും 2 ഹെക്ടറിലും താഴെ കൃഷിഭൂമിയുള്ളവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിക്കും. എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, 40 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് ഒരു പങ്കാളിത്ത പെൻഷൻ രീതിയാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും. 18ാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ 25 രൂപ അംശാദായം അടച്ചാൽ മതി. 25ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 100 രൂപയാണ് അടക്കേണ്ടത്. 40ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 200 രൂപയാണ് അടക്കേണ്ടത്. ഇത് എല്ലാ മാസവും അടക്കണം. ഓരോ പ്രായത്തിനനുസരിച്ച് അടയ്ക്കേണ്ട തുകയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രായത്തിനനുസരിച്ച് എത്ര തുകയാണോ പദ്ധതിയിൽ ചേരുമ്പോൾ അടയ്ക്കേണ്ടത്, ആ തുക തന്നെയായിരിക്കും തുടർന്നുള്ള വർഷങ്ങളിലും അടയ്ക്കേണ്ടത്. നിരക്കിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ തുക കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും. അങ്ങനെയാണ് 60 വയസ്സ് മുതൽ ഈ പദ്ധതി വഴി ധനസഹായം ലഭിക്കുക. ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപേക്ഷകർ മറ്റ് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടാൻ പാടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജീവനക്കാരൻ ആയിരിക്കുവാൻ പാടില്ല. അതോടൊപ്പം PF പോലുള്ള ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റുന്നവരായിരിക്കരുത്. ആദായ നികുതി അടക്കുന്നവർക്കും ഈ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കില്ല. ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ്, നോമിനിയുടെ ഡീറ്റെയിൽസ് തുടങ്ങിയ രേഖകളാണ് ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിന് ആവശ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരള ന്യൂസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരള ന്യൂസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.